ഒരു പണി കിട്ടി കഴിയുമ്പോ മനസ്സിലാവുള്ളൂ. പണി കിട്ടിയിട്ടുണ്ടോ? പിന്നെ കിട്ടിയിട്ടുണ്ട്. കിട്ടിയിട്ടുണ്ടോ? ഇനി നമ്മൾ മുമ്പോട്ട് പോയാലപ്പോ പിന്നീട് കരയേണ്ടി വരും. എനിക്ക് എന്റെ വീട്ടിൽ വിഷമിക്കാൻ പറ്റില്ല. അത് മെയിൻ ഡയലോഗ്, ഫസ്റ്റ് ഡയലോഗ്. എനിക്ക് എന്റെ വീട്ടുകാരെ വിഷമിപ്പിക്കാനായിട്ട് പറ്റത്തില്ല. റിലേഷൻഷിപ്പിൽ ഏറ്റവും കൂടുതൽ ബ്രേക്കപ്പിൽ ട്രോമയിലേക്ക് പോകുന്ന ആണുങ്ങളാണ്. കാരണം ആണുങ്ങളാണ് അത്രയും മാത്രം സ്നേഹിക്കുന്നത്. കാരണം പെണ്ണുങ്ങൾക്ക് അപ്പടി നമുക്ക് മനസ്സിലാവുള്ളൂ. ഒരു പണി കിട്ടുമ്പോൾ മാത്രം നമുക്ക് എന്താണ് റിലേഷൻഷിപ്പ്, എന്താണ് ട്രസ്റ്റ്. നമ്മൾ ഈ കാണുന്ന പോലെ ഒന്നും അല്ല. അങ്ങനെ ഈ എല്ലാ പെൺപിള്ളേരുടെയും ഒരു ഡിക്ഷണറിയാണ്, നിഘണ്ടുവാണ് ഒരേ ഇതാ. കറക്റ്റാ. റിലേഷൻഷിപ്പിൽ ഏറ്റവും കൂടുതൽ ബ്രേക്കപ്പിൽ ട്രോമയിലേക്ക് പോകുന്ന ആണുങ്ങളാണ്. കാരണം ആണുങ്ങളാണ് അത്രയും മാത്രം സ്നേഹിക്കുന്നത്. കാരണം പെണ്ണുങ്ങൾക്ക് ഇപ്പം ഒരു ബ്രേക്കപ്പ് കഴിഞ്ഞാലും അവർക്ക് ഒരു കൂടിപ്പോയ ഒരു 1-2 മാസം ഒരു 3 മാസം വയ്ക്കാം. അനുവേട്ടാ, അതോ ഇപ്പൊ ഒരു ട്രൂ ലവിന്റെ കാലമാണോ? ട്രൂ ലവിന്റെ കാലമൊക്കെ കഴിഞ്ഞു. ഫേക്ക് ലവ് ആണ്. അതെ, അതെന്തുകൊണ്ടാ? എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ പണ്ടത്തെ പ്രണയങ്ങളൊക്കെ നല്ല പൈങ്കിളി പ്രണയങ്ങള്, കാരണം നിഷ്കളങ്കമായിരുന്ന പ്രണയങ്ങളായിരുന്നു അല്ലേ? അതെ, ഭയങ്കരമായിട്ട്. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പം അങ്ങോട്ട് ചതിക്കുക, ഇങ്ങോട്ട് ചതിക്കുക, തേക്കുക. എന്ത് ദയനീയ അവസ്ഥയാ ഇപ്പൊ. അതായത് ഒരു റോസാപ്പൂ കാണുമ്പോ അങ്ങോട്ട് പോവും, പിന്നെ ഒരു താമര കാണുമ്പോ അങ്ങോട്ട് പോവും, പിന്നെ മുല്ലപ്പൂ കണ്ട അങ്ങോട്ട് പോവും. അതെന്താണ് ഇങ്ങനെ? നമ്മളിപ്പോ ഒരാളെ എങ്ങനെയായിരിക്കും അപ്പൊ ട്രസ്റ്റ് ചെയ്യുക? നമുക്ക് ഒരിക്കലും ഒരാളെ മനസ്സിലാക്കാൻ നമുക്ക് പറ്റത്തില്ല. പക്ഷെ ഒരാൾ എങ്ങനെയാണെന്ന്, ഇപ്പം നമ്മൾ സ്നേഹിക്കുന്ന ഒരാള് നമ്മളടുത്ത് എങ്ങനെയാണെന്ന് മാത്രമേ നമുക്കറിയാവൂ. വേറെ ഒരാളടുത്ത് എങ്ങനെയാണെന്ന് നമുക്ക് ഒരിക്കലും അറിയാൻ പറ്റില്ല. നമ്മളത് കാണുന്നുമില്ല. നമ്മളടുത്ത് പറയുന്നത് മാത്രമേ നമ്മൾ വിശ്വസിക്കുള്ളൂ. നമ്മളടുത്ത് കാണിക്കുന്ന സ്നേഹം മാത്രമേ നമ്മളത് സ്നേഹമായിട്ട് കാണുന്നു. ഇപ്പൊ നമ്മളടുത്ത് വന്നിട്ട് വേറെ ഒരാളടുത്ത് പോയി വേറെ കാണിക്കുമ്പോൾ നമ്മൾ അറിയാൻ പറ്റുന്നില്ല. നമ്മൾ അറിഞ്ഞാൽ മാത്രമേ അത് ഫേക്ക് ആണെന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ. പക്ഷെ നമ്മൾ ഒരിക്കലും അറിയുകയില്ല. അവിടെയാണ് ഫേക്ക് ലവ് ഉണ്ടാവുന്നത്. അതായത് നമുക്ക് ഒന്നാമത്തെ കാര്യം, ഒരു റിലേഷൻഷിപ്പ് ആവുമ്പോൾ എപ്പോഴും ഒരു ട്രസ്റ്റ് ഉണ്ടാവണം, അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം. അല്ല, ഉറപ്പായിട്ടും റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ ട്രസ്റ്റ് ആണ്. പക്ഷെ ചില സമയത്ത് നമ്മൾ ആലോചിക്കുമ്പോൾ ആരെയും ട്രസ്റ്റ് ചെയ്യാനും പറ്റത്തില്ല. അതാണ് ഏറ്റവും വലിയൊരു കാര്യം. പണി കിട്ടി കഴിയുമ്പോ മനസ്സിലാവുള്ളൂ. പണി കിട്ടിയിട്ടുണ്ടോ? പിന്നെ കിട്ടിയിട്ടുണ്ടോ? അപ്പടി നമുക്ക് മനസ്സിലാവുള്ളൂ. ഒരു പണി കിട്ടുമ്പോൾ മാത്രം നമുക്ക് എന്താണ് റിലേഷൻഷിപ്പ്, എന്താണ് ട്രസ്റ്റ്. നമ്മൾ ഈ കാണുന്ന പോലെ ഒന്നും അല്ല. ഈ പ്രേമിക്കുന്ന സമയത്തുള്ള ഏറ്റവും വലിയൊരു വിഷയം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവര് പറയും, ഞാൻ എന്തൊക്കെ വന്നാലും ഞാൻ നിന്നെ വിട്ട് ഒരിക്കലും പോകൂല. സത്യം. നിന്നെ ഞാൻ കല്യാണം കഴിക്കും. സത്യം. എന്റെ അച്ഛന്റെ അമ്മേനെക്കാളും എനിക്ക് ഇഷ്ടം. എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം കിട്ടുന്നത് നിന്നെ കാണുമ്പോൾ, നിന്നെ ഫോൺ വിളിക്കുമ്പോഴാണ്. നീ കൂടിയിട്ടെങ്കിൽ ഞാൻ എന്ത് ഹാപ്പി. അങ്ങനെ ഈ എല്ലാ പെൺപിള്ളേരുടെയും ഒരു ഡിക്ഷണറിയാണ്, നിഘണ്ടുവാണ് ഒരേ ഇതാ. കറക്റ്റാ അല്ലേ? അല്ല ചോദിക്കേ. ഇപ്പൊ എനിക്ക് നീല്ലാതെ പറ്റില്ല, നീ എന്നെ മറക്കൂ, നീ എന്നെ മറക്കൂ. കാരണം എല്ലാ പെൺപിള്ളേരും എല്ലായിടത്തും പറയുന്നത് ഇതാണ്, നമുക്ക് കല്യാണം കഴിക്കണ്ടേ. പിന്നെ ബ്രേക്കപ്പ് കഴിയുമ്പോൾ പറയും, നിനക്ക് എന്നെക്കാളും നല്ലൊരു പെണ്ണിനെ കിട്ടും, നീ അവനെ നോക്കിക്കോ, പെണ്ണിനെ കിട്ടും, എനിക്ക് നല്ല പെണ്ണിനെ കിട്ടും, ഞാൻ പന്നല. ഇല്ലെങ്കിൽ പറയുന്നത് ഈ പറയുന്ന പോലെ നമ്മളെന്തായാലും ഇനിയിപ്പോ മുമ്പോട്ട് പോകാൻ പറ്റില്ല. ഇനി നമ്മൾ മുമ്പോട്ട് പോയാലപ്പോ പിന്നീട് കരയേണ്ടി വരും. എനിക്ക് എന്റെ വീട്ടിൽ വിഷമിക്കാൻ പറ്റില്ല. അത് മെയിൻ ഡയലോഗ്, ഫസ്റ്റ് ഡയലോഗ്. എനിക്ക് എന്റെ വീട്ടുകാരെ വിഷമിപ്പിക്കാനായിട്ട് പറ്റത്തില്ല. പക്ഷെ ആദ്യം ഇങ്ങനെ എല്ലാവർക്കും പറയുന്നത് പെട്ടെന്ന് മാറും. അല്ല, എന്ത് പറയും ഇവർക്ക് ഇങ്ങനെ? എന്താണ് ഇവർക്ക് ഇങ്ങനെ? എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തിനു വേണ്ടിയാണ്? കാരണം ഞാൻ പറയട്ടെ, ഒരാളെ സിൻസിയറായിട്ട് പ്രേമിച്ച ഒരാളെ മാത്രം പ്രേമിച്ചാൽ പോരെ? വെറുതെ എന്തിനാ അവന്റെ ജീവിതം കൊണ്ട് തുളയ്ക്കുന്നേ? അതായത് നമ്മളൊരാളെ സിൻസിയർ അല്ല, പിന്നെ എന്തിനാ സ്നേഹിക്കുന്നേ? ഇപ്പം ഒരാളെ കണ്ടു, ഒരു നല്ല ഒരു പയ്യനെ കണ്ട്, അവനെ ഇഷ്ടപ്പെട്ടു, അവനായിട്ട് സെറ്റായി, അവന്റെ എന്തെങ്കിലും ചെറിയൊരു വിഷയം ഉണ്ടായ അവൻ മോശം, അവൻ അഴുക്ക, അവൻ മറ്റവൻ മറിച്ചത്. അപ്പൊ അവന് ചിലപ്പം എന്തെങ്കിലും കാരണം കൊണ്ട് ചിലപ്പോൾ കെയറിങ് കൊടുക്കാൻ പറ്റാതെ ആയിരിക്കാം, ചിലപ്പോൾ അവന്റെ തിരക്കായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും വേറെ ഫാമിലി ഇഷ്യൂ ആയിരിക്കാം. അപ്പൊ അതിനിടയ്ക്ക് വേറത്തും കയറി വരും. അതിനിടയിൽ വേറത്തെ കാര്യം എന്നിട്ട് പറയും, മോളെ എന്താ മോളെ, അയ്യോ ചേട്ടൻ നോക്കാം. അപ്പം അവക്ക് തോന്നും, ഇവനെക്കാളും കെയറിങ് അവനാ, പിന്നെ ഇവനോട് ഞാൻ തിരിക്കുന്നത്, അവനോട് പോവാന്ന് വിചാരിക്കും. അതായത് ഈ ബ്രേക്കപ്പ് ആയി കഴിഞ്ഞാലുള്ള ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ, ഇപ്പൊ ഒരു നല്ല ഒരു പെണ്ണാണെങ്കിൽ, അല്ല ആരാണെങ്കിലും ഒരാൾ വരും. അതായത് ഈ ബ്രേക്കപ്പ് ആയിരിക്കുമ്പോൾ ഈ പെണ്ണുങ്ങൾക്ക് ചെറിയ വിഷമം ഉണ്ടാവുമല്ലോ, തേച്ചതിന്റെ ചെറിയൊരു സങ്കടം കാണുമല്ലോ. ആ സമയത്തേക്ക് വരും ഒരു എന്താ പറയാ 24 സമയം സംസാരിക്കാനും
സമാധാനിപ്പിക്കാൻ വേണ്ടി വരും. കുറച്ച് കഴിയുമ്പോൾ അവര് ഞാൻ പറ്റ റിലേഷൻഷിപ്പിൽ ഏറ്റവും കൂടുതൽ ബ്രേക്കപ്പിൽ ട്രോമയിലേക്ക് പോകുന്ന ആണുങ്ങളാണ്. കാരണം ആണുങ്ങളാണ് അത്രയും മാത്രം സ്നേഹിക്കുന്നത് ഈ പെണ്ണിനെ. കാരണം പെണ്ണുങ്ങൾക്ക് ഇപ്പം ഒരു ബ്രേക്കപ്പ് കഴിഞ്ഞാലും അവർക്ക് ഒരു കൂടിപ്പോയ ഒരു 1-2 മാസം ഒരു 3 മാസം വയ്ക്കാം. 3 മാസങ്ങൾക്കുള്ളിൽ അവർക്ക് വേറെ പയ്യനെ കാണും, വേറെ പയ്യനെ അടുത്ത് പോകും. പക്ഷെ ആണുങ്ങൾക്ക് ഒരിക്കലും അങ്ങനെയല്ല. ആണുങ്ങളുടെ പ്രണയം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇതാ, എന്താ ഒരു കൈ കിട്ടിയ നിധി പോണ പോലെയാണ് അവരൊരു പെണ്ണ് സ്നേഹിക്കുന്നത്. നമ്മൾ ഭയങ്കരമായിട്ട് അങ്ങ് ഇമാജിൻ ചെയ്യും. നമ്മള് ഓവർ തിങ്ക് ചെയ്യും. കാരണം ഞാൻ പറയട്ടെ, ഒരുപാട് ആണുങ്ങള് ഈ മദ്യപാനവും ഈ ഇതൊക്കെ തുടങ്ങുന്നത് റിലേഷൻഷിപ്പ് ബ്രേക്ക് ആയ ശേഷമാണ്. റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആകുമ്പോൾ പിന്നെ നമ്മൾ ചിലപ്പോൾ അഡിക്റ്റ് ആയി പോകും. കാരണം അവർക്ക് അതിന് മനസ്സിൽ നിന്ന് പോകുന്നില്ല. അവർക്ക് രാത്രി ഉറങ്ങാൻ പറ്റുന്നില്ല. ഓവർ തിങ്കിങ്. കാരണം കണ്ണടച്ച് ഉറങ്ങാൻ പറ്റത്തില്ല. അപ്പൊ പിന്നെ കള്ളു കുടിക്കല്ലാണ്ട് വേറെ വഴിയില്ല. കാരണം ഇവളുമാർക്കെന്ന് പറഞ്ഞാൽ ഒരിക്കലും മനസ്സിലാവില്ല. ഇപ്പൊ ഇവളുമാർക്കെന്ന് പറഞ്ഞാൽ ഇവൾക്ക് ബ്രേക്കപ്പ് ആയി, ശരി പോകുന്നു, ഇതോടെ അവളുമാര് തീരും. ഇവളുമാർക്ക് ഓക്കെയാണ്, 3 മാസം കഴിയുമ്പോൾ ഇവളുമാർ ഓക്കെ ആവും. പക്ഷെ ആണുങ്ങൾ ഒരിക്കലും അങ്ങനെയല്ല, ഭയങ്കര ട്രോമയിലോട്ട് പോകും. ഒന്നാമത്തെ ഈ പെൺപിള്ളേര്, അതായത് ഒരാണിന്റെ ജീവിതമല്ലേ കളയുന്നത്. ഇല്ലെങ്കിൽ ഇപ്പൊ പറ്റത്തില്ല. അല്ലാതെ വെറുതെ ഒരുപാട് വാഗ്ദാനങ്ങളൊക്കെ കൊടുത്ത് അവസാനം ആകുമ്പോഴത്തേക്കും തേക്കുന്നത് ഭയങ്കര. പക്ഷെ ആണുങ്ങളും ഒട്ടും മോശമൊന്നുമില്ല. ആണുങ്ങളെ മാത്രം ഞാൻ പൊക്കി പറയുന്നില്ല, ആണുങ്ങളും തേക്കുന്നൊക്കെ ഉണ്ട്. പക്ഷെ ഏറ്റവും കൂടുതൽ ഈ ഇതേപോലെ പെണ്ണുങ്ങളാണ്. ഈ ആണുങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ ഒരു ഓപ്പർച്യൂണിറ്റി ഉള്ളത് തേക്കാൻ. അതായത് ഒരു പെണ്ണുള്ളപ്പോ ആ പെണ്ണല്ലാതെ വേറെ പെൺപിള്ളേരായിട്ട് കമ്പനി ആവാനും വേറെ എന്തെങ്കിലും ഫിസിക്കലായിട്ട് പോകാനൊക്കെ ഏറ്റവും കൂടുതൽ അവസരമുള്ളത് ആണുങ്ങൾക്കാണ്. പെണ്ണുങ്ങൾക്ക് എനിക്കൊന്നും അത്ര കിട്ടാറില്ല. പക്ഷെ പെണ്ണുങ്ങൾക്ക് എവിടെ നിന്നൊക്കെ കിട്ടാനും ചാൻസ് ഉണ്ട്. പിന്നെ തേക്കാൻ കൂടുതൽ ഓക്കെ ആയിട്ടുള്ളത് പെണ്ണുങ്ങളാണ്. ഒന്നുമില്ല, എനിക്ക് എന്റെ അമ്മേനെ അച്ഛനെ വേദനിപ്പിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ നമുക്ക് ഇത് അവസാനിപ്പിക്കാം. വിഷമുണ്ട്, ഇനി എന്നെ വിളിക്കല്ലേ. നല്ല വിഷമുണ്ടല്ലേ? എന്നെ കാണുന്നില്ലയോ? എനിക്കുണ്ട്. ഇപ്പൊ ഇല്ല. എന്നെ അറിയാം, നമുക്കറിയാം. ഞാൻ കുറച്ച് വിഷമത്തിലൊക്കെ, ഞാൻ ഡിപ്രഷൻ ആയിരുന്നു. അതിനെ കുറച്ച് വിഷമത്തിലൊക്കെ ആയിരുന്നു. അപ്പം അതൊക്കെ അങ്ങ് തെഞ്ഞു മാഞ്ഞു പോവും. ഞാൻ ഈ വള്ളിയൊക്കെ പിടിക്കും. സ്ഥിര പരിപാടിയാണ്. ഞാൻ ഈ ഒരു സംഭവത്തിന് ശേഷമാണ് ഞാൻ വള്ളി പിടിക്കുന്നത്. വള്ളി പിടുത്തം തുടങ്ങി. അതിന് മുമ്പ് കുഞ്ഞു വള്ളികളൊക്കെ ആയിരുന്നു. പിന്നെ വലിയ വള്ളികളായി. ഇപ്പൊ ഞാൻ തന്നെ നന്നായിക്കൊണ്ടിരിക്കുക. പിന്നെ പ്രണയം നഷ്ടപ്പെട്ട ആത്മഹത്യക്ക് ശ്രമിക്കുന്ന ഏറ്റവും വലിയൊരു നമുക്ക് വരുന്ന സംഭവം. നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ജീവിക്കാൻ തോന്നത്തില്ല. നമ്മൾ മരിക്കണം, ശരിയാവത്തില്ല. പക്ഷെ ട്രൂ ലവ് ആയിട്ടുള്ള, ഞാൻ പറയട്ടെ, ഇപ്പൊ ട്രൂ ലവ് ആയിട്ടുള്ള ഒരിക്കലും ഈ പ്രണയിച്ചിട്ട് ഒന്നിച്ച് ചേരാൻ പറ്റാത്ത എത്ര പേരുണ്ടെന്ന് അറിയാമോ? കാരണം ഇങ്ങനെ നല്ലതായിട്ട് സ്നേഹിച്ച് അവര് ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിച്ചിട്ട് പല കാരണങ്ങളായിട്ട് പല കാരണത്തെ മാത്രമല്ല ഈ ആക്സിഡന്റിലുമായിട്ട് മരണപ്പെട്ടു പോണവര് ഇപ്പൊ ഒരുമിച്ച് ജീവിക്കുന്ന ആൾക്കാർ പെട്ടെന്ന് ഇങ്ങനെ ആകുമ്പോൾ അവർക്ക് ഉണ്ടാവുന്ന ട്രോമ, അതൊക്കെ ഭയങ്കര ഒരുപാട്. ഒരുമിച്ച് ജീവിക്കാൻ വിചാരിച്ചവരാ, അതിന്റെ അവർക്ക് പറ്റിയിട്ടില്ല. ഏറ്റവും കൂടുതൽ പ്രണയം പൊളിയെന്ന് എങ്ങനെയാണെന്ന് അറിയോ? എങ്ങനെയാണ് ഞാൻ പറയാനട്ടെ? പരസ്പരം പറയാനിട്ടാണ്. പരസ്പരം പറയാനിട്ട് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ചില സമയത്ത് നമുക്കൊരു പെണ്ണ് കാണുമ്പോൾ ഇഷ്ടപ്പെട്ടു, പക്ഷെ നമ്മൾ പറയത്തില്ല. ചിലപ്പോ ആ പെണ്ണായിരിക്കും ഏറ്റവും നല്ല പെണ്ണ്, നമ്മളെ ഭയങ്കര ഇഷ്ടമായിരിക്കും. പക്ഷെ നമ്മൾ വിചാരിക്കും എന്നെ ഇഷ്ടമല്ല, ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ വിഷയമാവും, പറയത്തില്ല. പക്ഷെ അങ്ങനെ ഒരുപാട് പ്രണയങ്ങൾ നഷ്ടപ്പെടാറുണ്ട്. അതായത് പ്രണയത്തെ പറ്റി പറയുവാണെങ്കിൽ നമുക്ക് നടത്താൻ പറ്റില്ല. അതുകൊണ്ട് നമുക്ക് ഈ എപ്പിസോഡ് കഴിഞ്ഞിട്ട് അടുത്ത എപ്പിസോഡ് വേറെ എന്തെങ്കിലും അവരത് വലിയ ഒരു സംഭവമായിട്ട് നമുക്ക് വീണ്ടും വരാം. ഓക്കെ, ടാറ്റാ.